Good morning, my dear students. Next topic, cooperative dairy industry in Denmark. അപ്പം നമ്മൾ മനസ്സിലായി ഡയറി ഡെൻമാർക്കിന്റെ നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ നോക്കുമ്പോൾ കുറെ കാര്യങ്ങൾ അതിൻ്റെയോടനുബന്ധിച്ച് ഡയറി ഇൻഡസ്ട്രി അവിടെ വളരെയധികം ഡെവലപ്പ് ചെയ്തു. ഡെയിൻസ് അവരുടെ ഡയറി ഫാമിംഗ് വളരെയധികം ചേഞ്ച് ചെയ്തു. They could not compete with the USA in the supply of cheap corn and because of an increasing in the demand of Danish butter in England. ഇംഗ്ലണ്ടിൽ ഡാനിഷ് ബട്ടറിനൊക്കെ ഭയങ്കര ഡിമാൻഡ് ഒക്കെ ആയി. കാരണം അവർക്ക് കോൺ ഇതിൽ അവർക്ക് USA കോമ്പറ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഇൻ 1880 വെൻ ക്രീം അവരുടെ ഡാനിഷ് പ്രോഡക്ട്സിന്റെ ക്രീമിന് വളരെയധികം ഇമ്പോർട്ടൻസ് വളരെ കൂടുതലായിരുന്നു. അങ്ങനെ 1878 അവരൊരു മെഷീൻ ഡെവലപ്പ് ചെയ്തു. ഒരു ഡാനിഷ് എഞ്ചിനീയർ നീൽസൺ എന്ന് പറയുന്ന ഒരു വ്യക്തി 1878 ഒരു മെഷീൻ ഡെവലപ്പ് ചെയ്തു. എന്താണ് ക്രീം സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം 1882 ഫസ്റ്റ് കോപ്പറേറ്റീവ് ക്രീമറി സൊസൈറ്റി ഫോം ചെയ്തു. ആ സൊസൈറ്റി വളരെ സക്സസ്ഫുൾ ആയി. അതിനോടൊപ്പം തന്നെ ഈ മെഷീൻ ഉപയോഗിച്ച് കുറേ ക്രീമറീസ് ഡെൻമാർക്കിൽ കോപ്പറേറ്റീവ് ബേസിൽ ഓർഗനൈസ് ചെയ്തു. ടോട്ടൽ ക്രീമറീസ് നോക്കുമ്പോൾ കോപ്പറേറ്റീവ് ഫീൽഡിലാണ് കൂടുതലായിട്ട് ക്രീമറീസ് ഉണ്ടായിരുന്നത്. ഏരിയ ഓഫ് ഓപ്പറേഷൻ വളരെ സ്മോളും അതുപോലെ തന്നെ ഫ്രഷ് മിൽക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതും കാരണം ഇവർക്ക് അങ്ങനെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസ് ഒന്നും ഇവർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒരു വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോയി. പിന്നെ കോൾഡ് സ്റ്റോറേജ് അവൈലബിലിറ്റി ഉണ്ടായിരുന്നു. ബട്ടർ ആൻഡ് ക്രീം എടുത്തു കഴിഞ്ഞിട്ടുള്ള സ്കിംഡ് മിൽക്ക് ഫാർമേഴ്സിന് കൊടുത്തിരുന്നു. അവരത് കാറ്റിൽ ഫീഡായിട്ട് യൂസ് ചെയ്തിരുന്നു. പിന്നെ ബട്ടർ മേക്കിംഗ് പ്രോസസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് കുറെ സ്പെഷ്യലൈസ് ചെയ്തു. അവർ ഹൈലി സ്കിൽഡ് ടെക്നിക്കൽ സ്റ്റാഫിനെ വെച്ചിട്ടാണ് ക്രീമറീസിൽ വർക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഒക്കെ വളരെയധികം സക്സസ്ഫുൾ ആയിട്ട് മാറി. ഈ സൊസൈറ്റീസിന്റെ ഫീച്ചേഴ്സ് ആണ്: മാനുഫാക്ചറിങ് ഈസ് ക്യാരിഡ് ഇൻ ദ ലാൻഡ് ക്ലോസ് ടു ദ പ്ലേസ് ഓഫ് പ്രൊഡക്ഷൻ. എവിടെയൊക്കെയാണോ പ്രൊഡക്ഷൻ നടത്തുന്നത് അതിന്റെ അടുത്ത് തന്നെയാണ് മാനുഫാക്ചറിങ് യൂണിറ്റ്സ്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും ഒക്കെ വളരെയധികം കുറവായിരുന്നു. പ്രോഡക്റ്റ് ഈസ് ഇമ്മീഡിയറ്റ്ലി കണക്റ്റഡ് വിത്ത് ദ റേസിംഗ് ഓഫ് റോ മെറ്റീരിയൽസ്. അവിടെ അടുത്തടുത്തായി കാരണം കണക്ഷൻ പെട്ടെന്ന് നടക്കുമായിരുന്നു. സ്പെഷ്യലൈസേഷൻ ലീഡ്സ് ടു ഫിക്സേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഹയസ്റ്റ് സ്റ്റാൻഡേർഡ്സ് ഓഫ് എഫിഷ്യൻസി. സ്പെഷ്യലൈസേഷൻ ഉണ്ടായ കാരണം എഫിഷ്യൻസിയിൽ നല്ല സ്റ്റാൻഡേർഡ് ആയിരുന്നു, പ്രൈസ് കമ്പാരിറ്റീവ്ലി ലോ ആയിരുന്നു. Primary societies will be there to assist industrial organization to deal with problems. അവരുടെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനായിട്ട് പ്രൈമറി സൊസൈറ്റീസ് ഒക്കെ ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷനെ ഹെൽപ്പ് ചെയ്തു. വെൽ ഓർഗനൈസ്ഡ് മാർക്കറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കോണമീസ് ഓഫ് ലാർജ് സ്കെയിൽ ഇത് അവിടെ എൻജോയ് ചെയ്തിരുന്നു. ഓക്കെ, നെക്സ്റ്റ് പ്രിൻസിപ്പിൾസ് ഫോളോഡ് ബൈ ഡയറി സൊസൈറ്റീസ് ഓഫ് ഡെൻമാർക്ക്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ് ഫോളോ ചെയ്തിരുന്നത്? കോപ്പറേറ്റീവ് മൂവ്മെന്റ് വളരെയധികം ഡെവലപ്പ് ചെയ്തു. അവരുടെ പ്രിൻസിപ്പിൾസ് ആയിരുന്നു ഓപ്പൺ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. ആർക്കൊക്കെയാണ് ഓപ്പൺ മെമ്പർഷിപ്പ് കൊടുക്കുന്നത്? ആ ഏരിയ ഓഫ് ഓപ്പറേഷനിലുള്ള മിൽക്ക് പ്രൊഡ്യൂസേഴ്സിന്. അതുപോലെ തന്നെ മെമ്പേഴ്സിന്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിരുന്നു. ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് ആയിരുന്നു. മെമ്പേഴ്സ് ആരും തന്നെ ഒന്നും തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല. എൻട്രൻസ് ഫീസ് ആയിട്ടോ ഷെയർ ക്യാപിറ്റൽ ആയിട്ടോ. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഇൻ പ്രൊപ്പോർഷൻ ടു ദ മിൽക്ക് സപ്ലൈഡ് ബൈ മെമ്പേഴ്സ്. മെമ്പേഴ്സ് എത്രയാണോ മിൽക്ക് സപ്ലൈ ചെയ്യുന്നത് അതനുസരിച്ചായിരുന്നു നെറ്റ് പ്രോഫിറ്റ് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിരുന്നത്. അടുത്തത് ഫങ്ഷൻസ് ഓഫ് ദി ഡയറീസ്. ഡയറീസിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? മെമ്പേഴ്സ് മിൽക്കൊക്കെ സപ്ലൈ ചെയ്തിരുന്നു. അതൊക്കെ അവരുടെ ഇതിൽ എൻറ്റർ ചെയ്തിരുന്നു. മിൽക്ക് ഡെയിലി മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിരുന്നു. അതനുസരിച്ച് അവർക്ക് പേ ചെയ്തിരുന്നു. വെയിറ്റ് ഹൈജീനിക് ഒക്കെ നോക്കിയിരുന്നു. മിൽക്കിന്റെ ഇത് ടെസ്റ്റ് ചെയ്തിരുന്നു. ക്രീം മിൽക്കിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് അവര് സ്കിംഡ് മിൽക്ക് ഫാർമേഴ്സിന് തന്നെ തിരിച്ചു കൊടുത്തിരുന്നു. അവരത് കെറ്റിൽ ഫീഡായിട്ട് യൂസ് ചെയ്തിരുന്നു. ഫാറ്റ് കണ്ടന്റ് മിൽക്ക് 20% കുറവാണെങ്കിൽ അവർ ഫാർമേഴ്സിനോട് പറയുമായിരുന്നു മിൽക്കിന്റെ ക്വാളിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ട്. ഇംപ്രോപ്പർ ആയിട്ടുള്ള ഫീഡിങ്, അങ്ങനെയുള്ള അഡൾട്രേഷൻ ഓഫ് മിൽക്ക് അതൊക്കെ പനിഷ് ചെയ്തിരുന്നു. പെർസിസ്റ്റന്റ് ആയിട്ട് വീണ്ടും അവർ ഡിഫോൾട്ട് കാണിക്കുകയാണെങ്കിൽ അവരെ സൊസൈറ്റിയിലെ മെമ്പർഷിപ്പിൽ നിന്ന് അവരെ ഡിസ്മിസ് ചെയ്തിരുന്നു. ടു സമ്മറൈസ് ദ ചീഫ് ഫങ്ഷൻസ്, ഇനി എന്തൊക്കെയാണ് ഫങ്ഷൻസ്? ടു പ്രോസസ് മിൽക്ക് സപ്ലൈഡ് ബൈ മെമ്പേഴ്സ് കൊടുക്കുന്ന മിൽക്ക് പ്രോസസ് ചെയ്തിരുന്നു. മെമ്പേഴ്സിന് ഫണ്ടുകൾ കൊടുത്തിരുന്നു ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള
അഡ്വൈസ് കൊടുത്തിരുന്നു. ഫീഡിങ്ങില്, ബ്രീഡിങ്ങില് അതിലൊക്കെ അഡ്വൈസ് കൊടുത്തിരുന്നു. മെഡിക്കൽ ആൻഡ് ടെക്നിക്കൽ നോളജ് അവർക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നു. ക്രീമറീസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ സെറ്റപ്പ് ചെയ്തിരുന്നു. അവരുടെ പ്രോഡക്ട്സ് ഒക്കെ അവരുടെ ട്രേഡ് മാർക്കിൽ കൊടുത്തു. ദാറ്റ് ഈസ് ലർ ബ്രാൻഡ്. എന്താണ് ലർ ബ്രാൻഡ്? ലർ ബ്രാൻഡ് എന്ന് പറയുന്നത് ഒരു ട്രേഡ് മാർക്കാണ്. നാഷണൽ ഫെഡറേഷൻ ഓഫ് ഡാനിഷ് ക്രീമറീസിന്റെ ഒരു ട്രേഡ് മാർക്കാണ് അവരുടെ ബട്ടർ പ്രോഡക്ട്സിനൊക്കെ. അവർ ഫോറിൻ മാർക്കറ്റിലേക്ക് അവർ എക്സ്പോർട്ട് ചെയ്തിരുന്നത് നാഷണൽ ഫെഡറേഷൻ ഓർ നാഷണൽ ഡയറി അസോസിയേഷൻ ആണ്. അവരുടെ ട്രേഡ് മാർക്കാണ് ലർ ബ്രാൻഡ്. ഇത് ഡെവലപ്ഡ് ബൈ ദം ടു ബ്രിങ് യൂണിഫോർമിറ്റി ഇൻ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ബട്ടർ. അവരുടെ രാജ്യത്തുള്ള എല്ലാ ക്രീമറി പ്രോഡക്ട്സിന്റെയും ബട്ടർ പ്രോഡക്ട്സിന്റെയും ഒക്കെ യൂണിഫോർമിറ്റിയും ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ ഒരേപോലെയാക്കുന്നതായിരുന്നു. പ്രോഡക്ട്സ് ബെയറിംഗ് ദിസ് ബ്രാൻഡ് നെയിം വാസ് ഈസിലി സോൾഡ് ഇൻ ഇംഗ്ലണ്ട് ആൻഡ് ജർമ്മനി. ലർ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ വളരെ ഈസിലി ആയിട്ട് ജർമ്മനിയിലും ഇംഗ്ലണ്ടിലും ഒക്കെ വിറ്റഴിക്കാൻ പറ്റി. ഇറ്റ് ഓൾസോ ഇൻഡിക്കേറ്റ് ദാറ്റ് സയന്റിഫിക് പാക്കിംഗ് ഓഫ് പ്രോഡക്ട്സ് ഈസ് മെയിൻഡ് ബൈ നാഷണൽ ഫെഡറേഷൻ. നാഷണൽ ഫെഡറേഷൻ ആണ് ഇതിന്റെയൊക്കെ പാക്കിംഗ് എന്നുള്ളതും അതിൽ കൂടെ ഇൻഡിക്കേറ്റ് ചെയ്തിരുന്നു. അങ്ങനെയുള്ള ഒരു നല്ലൊരു ബ്രാൻഡാണ് ഇത്, ലർ ബ്രാൻഡ്. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇനി അടുത്ത ദിവസം എടുക്കാം കേട്ടോ. താങ്ക് യു.